ദേ നോക്കിയേ. മോളെ വിഷമിക്കണ്ട, കല്യാണം മുടങ്ങിയിട്ടില്ല. ദേ അവര് വന്നിട്ടുണ്ട്. അവര് ദേവന്നി ആരാണ് ഇപ്പൊ ഈ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞത്? അത് ദേ ഈ മുത്തശ്ശിയാണ്. ഞാനെപ്പോ പറഞ്ഞി? ഞാനങ്ങനെ ഒരു ഭാഷയെ പറഞ്ഞിട്ടില്ല. മതി മതി മിണ്ടാതിരിക്കി. നമസ്കാരം. ഞങ്ങള് വൈകിയില്ലോ അല്ലേ? ഏയ് കറക്റ്റ് സമയത്താണ് വന്നത്. ഇല്ലെങ്കിൽ കുടുംബകാലം തുടങ്ങിയേനെ. ഉള്ള സ്ഥലത്തൊക്കെ അങ്ങനെ ഇരിക്കട്ടാ. ഹായ്. ഞാൻ കല്യാണ ചെക്കൻ്റെ അമ്മായിയുടെ മോളാണ്. ഇത് എൻ്റെ മോൻ ശിവ. ഇത് ചെക്കൻ്റെ അച്ഛൻ. ഇത് അമ്മ. കല്യാണ ചെറുക്കൻ്റെ മാത്രം സ്വന്തക്കാരിയല്ല കേട്ടോ, പെണ്ണിന്റെ ഉറ്റ സുഹൃത്തുമാണ്. ഒരു കാരണമുള്ള ആൾക്കാർ വന്നാ മതി അവൻ വിളിച്ച് പറഞ്ഞേ. അവൻ വരൂലാട്ടാ. അതറിയാം. മോതിരം മാറുമ്പോ ചെക്കനെ വീഡിയോ കോൾ വിളിക്കാനാണ് പറഞ്ഞേക്കണതേ. പിന്നെ എന്തോ ഉണ്ടായിരുന്നല്ല, അതെന്തുണ്ടായിരുന്നു, മറന്നു, മറവിയാണ്. പിന്നെ ഈ ചെക്കനെ ഒറ്റ മോനായതുകൊണ്ടേ ഞാനാണ് മോതിരിട്ട് കൊടുക്കണത്. ഞാൻ അമ്മായിയുടെ മോളാണെങ്കിലും സ്വന്തം പെങ്ങളെ പോലെ തന്നെയാ. സമയാവാറായല്ലോ. എന്നാ പിന്നെ അച്ഛാ ചടങ്ങുകൾ നടത്താം അല്ലേ? ആ ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം, കൊച്ചിങ്ങോട്ട് നിന്നോട്ടെ. മോതിരം എൻ്റെ കയ്യിലാണ്, ഞാനാണ് ഇതൊക്കെ സൂക്ഷിക്കണ ആളെ. ബാക്കി ആരുടെ അടുത്ത് കൊടുത്താലും അത് കളയുമെന്ന് അവൻ പറയല്. എൻ്റെ അടുത്തേ അവന് വിശ്വാസമുള്ളൂ. ഉണ്ട്, എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എടുക്കട്ടെ. അയ്യോ മോതിരം കാണാനില്ല. അയ്യോ, നിന്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചത്? അയ്യോ പിന്നെ അശുഭലക്ഷണം. ദേ മനുഷ്യൻ കല്യാണം വേണോ? മിണ്ടാണ്ടിരിക്കരുത്. അയ്യോ ഈ മറവിരശ്മിന്റെ അടുത്താണ് മോതിരം കൊടുത്ത് ഏൽപ്പിച്ചത്. അടിപൊളി. അമ്മായി, മോതിരം വെച്ച ചെപ്പ് ഞാൻ എടുക്കാൻ മറന്നെന്നാണ് തോന്നണത്. നല്ല ചെപ്പിലൊക്കെ ഇട്ട് അവൻ തന്നാണ്, മറന്നും പോയി. സമയം ഇങ്ങനെ പോവേണല്ലോ ഈശ്വര. എൻ്റെ മോളുടെ ഒരു വീതി. മുഹൂർത്തിപ്പം കഴിയും, എൻ്റെ എൻഗേജ്മെന്റ് മുടങ്ങി. അയ്യോ എൻ്റെ മോള്. ഞാൻ എടുത്തായിരുന്നു, ഇവിടം വരെ ഉണ്ടായിരുന്നാണ്. ഇവിടെ പോയി. ചെപ്പ് ചെറുക്കം കളിക്കാണ്, കുരുത്തം കെട്ടാൻ. പിടിക്കാൻ നിറഞ്ഞു കളിക്കാണ് വേണ്ടത്. ആന്റിക്ക് കൊടുക്കണ്ട മോതിരാണ്. മോതിരം ഉണ്ട്. ഞാൻ അങ്ങോട്ട് കേറിക്കട്ടെ. എടി മോളെ, നീ അങ്ങോട്ട് നീങ്ങുന്നേ. മാമ അവനെ വീഡിയോ കോൾ വിളിച്ചോ, ഞാൻ ഇട്ട് കൊടുക്കാം. ഒന്നങ്ങോട്ട് നീങ്ങിന്നേ, എനിക്ക് കാണാൻ പറ്റാനുള്ള. ഒന്നങ്ങോട്ട് നീങ്ങി, ഞാൻ കാണട്ടെ എൻ്റെ കൊച്ചുമോളുടെ മോതിരം മാറില്ലേ. എന്തിനാണ് തള്ളണത്? ഞാനാണ് അവളുടെ അമ്മ, ഞാനാണ് ഫ്രണ്ടിൽ കണ്ടത്. എടി നിന്നെ ഞാനിന്ന് ശരിയാക്കോടി. മാറടി, മാറി മാറങ്ങട്. അയ്യോ അയ്യോ സോറി മോളെ, സോറി. തള്ളെന്നെ പിടിച്ച് ഉന്തിയതാണ്.
അയ്യോ തള്ള പെണ്ണിനെ കൊന്നു തോന്നണ്. ഓ ഭാഗ്യം, ഒന്നും പറ്റിയില്ല പെണ്ണിന്. എന്തോ തൊണ്ടേ കൂടെ ഇറങ്ങിപ്പോയി തുപ്പലാന്ന് തോന്നണ്. അല്ല മോതിരെന്തിയെ? അയ്യോ മോതിരം വായിലാണ് നീ വെച്ചിരുന്നത്. അയ്യോ പണി പാളി. അയ്യോ അയ്യോ ആളാ മോതിരം ഞാൻ വായിൽ വെച്ചാ അന്ന് ഇറങ്ങിപ്പോയി. ഞാനിപ്പോ ചാവേ. അയ്യോ അയ്യോ ഒന്ന് പോണാർന്നോ. അയ്യോ ഞാൻ ചാവൂ. മോളെ മോതിരം തിന്നിട്ട് ഇതുവരെ ആരും ചത്തിട്ടൊന്നുമില്ല അല്ലേ? അയ്യോ ദൈവമേ. എന്റെ മോതിരം മാറല് കോളായി. മോളെ ഇപ്പൊ തന്നെ 2-3 പാളയും കൂടെ പഴം അങ്ങോട്ട് തിന്നി. അപ്പൊ നാളെ ഉച്ചയാകുമ്പേക്കും പോരും. അപ്പൊ നാളെ ഉച്ചക്കലത്തേക്ക് പരിപാടി നടത്താ അല്ലേ ചേട്ടാ? അയ്യേ എനിക്കതിന് വേണ്ട. ദൈവമേ. ശ്ശോ. അയ്യോ പാവം, അങ്ങനെ ഇവളുടെ വിവാഹ നിശ്ചയവും മുടങ്ങി. അതെ അതിനെന്താണ്, നിനക്കെന്താണ്? ഓ ഓ തെറ്റിപ്പോയി. അതെ അതിനെന്താണ്, നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടാ? നിങ്ങളുടെ ഗുണവിധാരം ഗുണവധികാരം ഗുണവതിയാണോ? ഞാനൊന്ന് പറയട്ടെ, ജസ്റ്റ് ഒന്ന് പറയട്ടെ. എടി വനജ, ഏത് കല്യാണ നിശ്ചയം നടക്കുന്ന വീട് ശ്രുതി പരമോ? അത് ആരാ? അങ്ങനെ മതിയോ? ആ എടുക്കട്ടെ. എന്തെങ്കിലും കാണും കഴിക്കാൻ. ഇതാ കാണുന്ന വീട്. മോളങ്ങോട്ട് ചെല്ലി ഇങ്ങനെ മീശ തുറന്ന് അല്ല പുറകത്തെ മുടിക്കെട്ടിട്ട് ഇതും കാണുന്നുണ്ട്. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ ആ ആയിക്കോട്ടെ. ഇല്ലടി അവര് ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛനെ വിളിച്ചു ചോദിക്കണ്ടായിരുന്നു വഴിയേ. എന്തോ വഴി തെറ്റിപ്പോയി. സുന്ദരി അല്ല ഒരു പാട്ടും കൂടി പാട്ട് പാടായിരുന്നു ആദ്യം. ഒരു മിനിറ്റ്.